ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങളോട് ഇഷ്ടം തോന്നണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ ഫീൽ ചെയ്യണം. ആ 7 കാര്യങ്ങൾ അവർക്ക് അവരുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളോട് 100% ലവ് ആയിരിക്കും. ആ പ്രണയത്തിൽ വീണു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് തോന്നുകയാണ് 100% ആ വ്യക്തിയെ അംഗീകരിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ ഹാർഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി സമ്പാദിക്കുന്നതിന് നിങ്ങൾ പ്രത്യേക വാല്യൂ നൽകുന്നുണ്ട്, ആ വ്യക്തിയുടെ ഫിറ്റ്നസ്സിൽ കെയർ ചെയ്യുന്നതിന് നിങ്ങൾ അപ്രീസിയേഷൻ നൽകുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ 100% അവരെന്താണോ അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അത് കൂടുതലായിട്ടും ഇഷ്ടത്തിലോട്ട് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സക്സസ്സിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുക, സപ്പോർട്ട് കിട്ടുക, ഒരു വാക്ക് കിട്ടുക. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കൂടുതൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൂടെ കൂട്ടും, നിങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം തോന്നും എന്നുള്ളതാണ്. പിന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രൂ സെൽഫായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു സേഫ് സോണിലാണെന്ന് വിചാരിക്കുകയും അത് കൂടുതലായിട്ട് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ ഒരു കാരണമായി തീരുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ പാഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആയിക്കോളുന്നില്ല. പക്ഷേ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അതിനെ എതിർക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് നിങ്ങളോട് ഇഷ്ടം തോന്നിപ്പിക്കാൻ ഒരു കാരണമായി തീരും. അടുത്തത് അവരുടെ ലൈഫിൽ കുറച്ചുകൂടിയൊക്കെ അഡ്വഞ്ചർ തിങ്സ് അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റിന് നിങ്ങൾ ഇനീഷ്യേഷൻ എടുക്കുക, അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക, അതൊന്നിച്ച് പോവുക, അവിടെ ഒരു നല്ല മെമ്മറി ക്രിയേറ്റ് ചെയ്യുക. ആ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു ഫ്രഷ്നെസ് ആ ഒരു യാത്രയിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. അത്തരത്തിലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാനും ഇഷ്ടം തോന്നാനും സാഹചര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ യുണീക്ക് ആണെന്ന് തോന്നുക, നിങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുക, അപ്പോഴും നിങ്ങളോടൊരു പ്രത്യേക അട്രാക്ഷൻ തോന്നും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളോട് കുറച്ച് ലെസ്റ്റ് തോന്നുക, നിങ്ങളുടെ സ്മെല്ല് ഇഷ്ടപ്പെടുക, ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴും അത് കൂടുതൽ ഇഷ്ടത്തിലോട്ടും പ്രണയത്തിലോട്ടൊക്കെ ലീഡ് ചെയ്യും. അടുത്തത് ആ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്തതാണ് എന്ന് ആ വ്യക്തിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടുതൽ നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാൻ കാരണമായി തീരും.